പെപ്റ്റൈഡ്സ് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടെ. പെപ്റ്റൈഡ്സ് നമ്മുടെ സ്കിന്നിൽ പോയിട്ട് അവരൊരു മെസ്സഞ്ചേഴ്സ് ആണ്. സ്കിന്നിൽ സെൽസ് ചെന്നിട്ട് നിങ്ങൾ കുറച്ച് സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറയും. കൊളാജനും എലാസ്റ്റിൻ, ഇത് രണ്ടുമാണ് നമ്മുടെ സ്കിന്നിന്റെ ബിൽഡിംഗ് ബ്ലോക്സ്. അത് കാരണം നമ്മുടെ സ്കിന്നിനകത്ത് ഏർലി ആയിട്ട് വരുന്ന ഫൈൻ ലൈൻസ്, റിങ്കിൾസ് നമുക്ക് തടയാനായിട്ട് പറ്റും. നമ്മുടെ സ്കിന്നിന്റെ ബാരിയറിന് സ്ട്രെങ്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ ഒന്നുകൂടി ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് ഈ പെപ്റ്റൈഡ്സ് ഹെൽപ്പ് ചെയ്യും. നമുക്ക് എത്ര നാളിൽ പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് 18 തൊട്ട് തന്നെ പെപ്റ്റൈഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ഉപയോഗം ബേസിക്കലി വരെ 25, 23 എബോ ആണ്. കാരണം ആ സമയത്തായിരിക്കും നമ്മുടെ സ്കിന്നിനകത്തുള്ള 20 എബോയിലൊക്കെ ആയിരിക്കും വരുന്നത്. 25 എന്തായാലും യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ സമയത്ത് നമ്മുടെ സ്കിന്നിനകത്തുള്ള കൊളാജൻ നാച്ചുറലായിട്ട് നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ പെപ്റ്റൈഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇന്ത്യയിലാണെങ്കിൽ കോൺഷ്യസ് കെമിസ്ട്രിയുടെ മൾട്ടിപെപ്റ്റൈഡ് നല്ലൊരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ നമ്മുടെ ഹൈഫന്റെ മൾട്ടിപെപ്റ്റൈഡും ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതുപോലത്തെ സ്കിൻ കെയർ ആണ് ഇറക്കി വീഡിയോക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട.